മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന സന്ദേശവുമായി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർകോട്ട് ഉജ്ജ്വല തുടക്കം. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയന് രക്തപതാക കൈമാറിക്കൊണ്ട് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അടിമുടി അഴിമതിയിൽ മുങ്ങിയെന്നും വർഗീയതയോട് സന്ധിയില്ലെന്നും നവകേരള മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലാവ്ലിൻ കേസിലെ ഉപഹർജി ഉമ്മൻചാണ്ടിയുടെ പരാജയ ഭീതി മൂലമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അക്കൗണ്ട് തുറക്കുമെന്ന പ്രഖ്യാപനം BJPയുടെ വ്യാമോഹമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. BJPയുടെ കൊലപാതക രാഷ്ട്രീയത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് VS അച്യുതാനന്ദനും പറഞ്ഞു. UDF ഭരണത്തിൽ സമസ്ത മേഖലകളിലും കേരളം തകർന്നടിഞ്ഞുവെന്നും കേരളത്തിൻ്റെ പുനർനിർമ്മാണം അനിവാര്യമെന്നും ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ TG മോഹൻദാസ്, ഒപ്പം ശ്രീ B ഉണ്ണികൃഷ്ണനും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഇന്നിപ്പോൾ നവകേരള മാർച്ച് തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ ജാഥ ക്യാപ്റ്റനായി. ഇതിനു മുമ്പൊരു ജാഥ ഇപ്പോൾ കേരളം മുഴുവൻ വാർത്ത പ്രാധാന്യം നേടിയിട്ടുള്ളത് ശ്രീ VM സുധീരൻ്റെ ജനരക്ഷാ യാത്രയാണ്. ഇപ്പോൾ ഈ രണ്ട് യാത്രകളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ യാത്രയെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഈ രണ്ട് യാത്രയും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ലക്ഷ്യങ്ങളിലും. ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമാപിച്ച പഠന കോൺഗ്രസ്സിൽ 2 സെഷനിൽ പങ്കെടുത്ത ആളാണ്. 2 വിഷയം അതിനകത്ത് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ്. ഒന്ന്, ഈ വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സെക്യുലർ മതനിരപേക്ഷ അതിൽ വിശ്വസിക്കുന്നവരുടെ ഒരു മുന്നണി, ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൻ്റെ പ്രസക്തിയും ആവശ്യകതയും എന്നുള്ളതായിരുന്നു ആ വിഷയം. മറ്റൊന്ന് ചലച്ചിത്ര സംബന്ധിയായ വിഷയം. അപ്പോൾ ഈ പഠന കോൺഗ്രസ്സിലെ മുഴുവൻ വിഷയങ്ങളും ഉള്ളടക്കങ്ങളും നിരീക്ഷിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ കൃത്യമായിട്ട് വളരെയധികം ചർച്ചകൾക്കും അപഗ്രഥനങ്ങൾക്കും ശേഷം കേരളം അടുത്ത 5 വർഷം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയുമായാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ള ഇന്ന് ആരംഭിച്ച നവകേരള യാത്ര കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. മറിച്ച് ശ്രീ സുധീരൻ്റെ യാത്ര, അതിൻ്റെ പേര് തന്നെ വലിയൊരു ഐറണിയാണ്, ജനരക്ഷാ യാത്ര എന്നാണ്. അദ്ദേഹം ആരിൽ നിന്നാണ് ജനങ്ങളെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു സംഗതി. ഇത് തമ്മിൽ ഒരു താരതമ്യത്തിനും സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നവകേരള യാത്ര അതിൻ്റെ ഉള്ളടക്കത്തോട്, അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിമർശനാത്മകമായി പ്രതികരിക്കാം, നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഇത്രയേറെ തയ്യാറെടുപ്പോടുകൂടി, ഇത്രയേറെ സമഗ്രമായ ഒരു അപഗ്രഥനത്തോടുകൂടി, കൃത്യമായ ഒരു വികസന രൂപരേഖയുമായി, നയരേഖയുമായി ജനങ്ങളെ സമീപിക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. ഒപ്പം നമ്മുടെ വർത്തമാനകാലത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ, അതായത് ഒരു മതനിരപേക്ഷതയുടെ കേരളത്തിൻ്റെ സവിശേഷമായ ചരിത്രത്തിലുടനീളം നമുക്കറിയാം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്രത്തിൻ്റെ അനുസ്യൂതി ഉറപ്പാക്കുന്ന രീതിയിൽ മതനിരപേക്ഷതയുടെ ഊട്ടിയുറപ്പിക്കൽ കൂടി ഈ യാത്രയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുണ്ട് നവകേരള യാത്രയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന അനേകരിൽ ഒരാളാണ് ഞാൻ. ശ്രീ മുഹമ്മദ് റിയാസ്, B ഉണ്ണികൃഷ്ണൻ നിരീക്ഷിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ പഠന കോൺഗ്രസ്സിൽ പോലും അടുത്തു നിന്ന് അതിലെ സംവാദങ്ങൾ കാണുകയും അതിൻ്റെ രൂപീകരണത്തിൽ പോലും പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായി തന്നെ ഈ യാത്രയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനൊരു പ്രതീക്ഷയും ഒരു ചിത്രവുമുണ്ട്. ആ ചിത്രത്തിലേക്ക് ഇത് എത്തുന്നുണ്ടോ, അങ്ങനെയാണോ ഇത് തുടങ്ങിയത് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അറിയേണ്ടത്. അതായത് പല രീതിയിൽ ഉള്ള കുഴികൾ, വലകൾ, ഇതൊക്കെ ചുറ്റുപാടുകളിൽ നിരത്തിക്കൊണ്ടാണ് പ്രതിയോഗികൾ ഇപ്പോൾ ഈ യാത്രയെ നേരിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ വരവേറ്റിട്ടുള്ളത്. അതിലൊന്നും വീഴാതെ പ്രകാശ് കാരാട്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ പിണറായി എന്നിവർ, ശ്രീ VS ഇവരൊക്കെ ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നു. എന്ത് തയ്യാറെടുപ്പാണ്, ഏത് രീതിയിലാണ് യാത്രയെ CPM ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്? CPM ഈ യാത്രയിലൂടെ ജനങ്ങളോട്
സംവദിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞു. മതനിരപേക്ഷ, അഴിമതി മുക്ത, വികസിത കേരളം. ഒരു രാഷ്ട്രീയ ട്രെൻഡ് ഓൾറെഡി ലാലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേരളത്തിൽ. അത് കടുത്ത UDF വിരുദ്ധ ട്രെൻഡാണ്. കടുത്ത മതവർഗീയ മൂവ്മെൻറ്റുകൾക്കെതിരെയുള്ള ട്രെൻഡാണ്. ആ ട്രെൻഡ് ഓൾറെഡി കേരള പൊളിറ്റിക്സിൽ ശരിയായ അർത്ഥത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സംഘടനാപരമായ മറ്റു കാര്യങ്ങൾ വരിക എന്നുള്ളത് മാത്രമേ തെരഞ്ഞെടുപ്പ് മുമ്പിലുള്ളൂ. തെരഞ്ഞെടുപ്പ് LDFന് വലിയ രീതിയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാകും. ഇവിടെ തെരഞ്ഞെടുപ്പല്ല വിഷയം. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം മതനിരപേക്ഷത ചർച്ച ചെയ്യപ്പെടുന്നത് കേവലം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ദൈനംദിനം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മതനിരപേക്ഷതയ്ക്ക് അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പേരിന് മതനിരപേക്ഷത പറഞ്ഞ് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പോലുള്ള പാർട്ടി എടുക്കുന്ന മൃദു സമീപനം, അതിനോടുള്ള വെള്ളം ചേർക്കൽ സമീപനം, ഇതും ജനം തിരിച്ചറിയുന്നു. അപ്പം മതനിരപേക്ഷത സംരക്ഷിക്കുന്നത് CPIM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ള ചർച്ച ജനങ്ങളിൽ പൊതുവേ ഉണ്ട്. അപ്പോൾ CPIM ദുർബലപ്പെടരുത് എന്ന് ജനം ആഗ്രഹിക്കുന്നു. 2, കേരളത്തിൻ്റെ അഴിമതി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. കാട്ടുകൊള്ള നടക്കുന്നു, എല്ലാ മേഖലകളിലും അഴിമതി. എക്കോ വരുന്നുണ്ട്. വികസനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തോട് പറഞ്ഞത്. ആ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിലേക്ക് കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു കാഴ്ചപ്പാട്, പഴയ കേരള മോഡൽ തുടർന്ന് പോകണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കേണ്ടത് അല്ലെ, ഈ കേരളത്തിൻ്റെ വിദേശ നിക്ഷേപം വളരെ തുച്ഛമാണ്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷം കൊണ്ട് കേരളത്തിൽ വന്നത് $102 കോടി മാത്രമാണ്. രാജ്യത്താകെ ഈ കാലയളവിൽ $26,500 കോടി വന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട് 2,700 കോടി അടുത്ത് വന്നു. അപ്പോഴാണ് കേരളത്തിൻ്റെ സ്ഥിതി. രാജ്യത്തിൻ്റെ മൊത്തം വിദേശ നിക്ഷേപത്തിൻ്റെ 0.05% മാത്രമേ കേരളത്തിലുള്ളൂ. പുതിയ കാലത്തിൻ്റെ ഏറ്റവും മുന്നേറ്റം സൃഷ്ടിക്കുന്ന IT, ആ രംഗത്തിൽ ലോകത്തിന് വലിയ സംഭാവന മനുഷ്യരെ നൽകുന്ന നാടാണ് കേരളം. എന്നാൽ കേരളത്തിൻ്റെ കയറ്റുമതി വരുമാനം IT-യിൽ 10,000 കോടി രൂപ മാത്രമാണ്. തമിഴ്നാട്ടിൽ 75,000 കോടി, ആന്ധ്രാപ്രദേശ് 57,000 കോടി രൂപ, ഇന്ത്യയാകെ 5.2 ലക്ഷം കോടി രൂപ. അവിടെയാണ് കേരളം ഇത്രയധികം ഹ്യൂമൻ ഫോഴ്സിനെ നൽകുന്ന ഒരു മേഖലയിൽ എത്രത്തോളം വരുമാനം കുറയുന്നു എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പുതിയ തൊഴിൽ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ സാധിക്കുന്നില്ല. പുതിയ സംരംഭങ്ങളില്ല. കാർഷിക മേഖല തകരുന്നു. റബ്ബറിൻ്റെ വില ഉമ്മൻചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് 250 ആണെങ്കിൽ ഇന്നത് 100 കുറഞ്ഞു. കാർഷിക മേഖലയിൽ എല്ലാ വിഭാഗം കർഷകരും കടുത്ത പ്രയാസത്തിലാണ് ഈ സർക്കാരിൻ്റെ നയം കാരണം. പരമ്പരാഗത വ്യവസായം തകർന്ന് തരിപ്പണമാകുന്നു. പടിഞ്ഞാറേ അറ്റത്ത് തീരദേശ മേഖലയിൽ, ആ മേഖലയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനാകാതെ തൊഴിലാളികൾ കടുത്ത പ്രയാസം അനുഭവിക്കുന്നു. സർക്കാർ നോക്കുകുത്തിയാകുന്നു. വിലക്കയറ്റം രൂക്ഷമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരളം കടുത്ത പ്രയാസം അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു ജാഥ വരുന്നത്. വികസിത കേരളം, ഇത് പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നു. ഈ മുദ്രാവാക്യം ജനം സ്വീകരിക്കുന്നു. പൊളിറ്റിക്കൽ ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടു. അതിന് അനുകൂലമാണ് ഈ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ്, ജാഥയുടെ സ്വീകരണങ്ങൾ അതുപോലെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. ശ്രീമതി ബിന്ദു കൃഷ്ണ, മുഹമ്മദ് റിയാസ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്, നേരത്തെ B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി, എല്ലാ പാഠങ്ങളും കൃത്യമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് അത് പ്ലാൻ ചെയ്ത് വരുന്ന കാലങ്ങളിലെ കേരളത്തെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വികസന അജണ്ട, ഒപ്പം അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, ഇതെല്ലാം അവതരിപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര, അതാണ് ഇന്ന് കാസർഗോഡ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് VM സുധീരൻ്റെ ഇപ്പോൾ ജനരക്ഷാ യാത്രയിലാണ് ബിന്ദു കൃഷ്ണയും ഉള്ളത്. ആ യാത്രയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ട് ഈ യാത്രയ്ക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് പറയാനില്ല ജനരക്ഷാ യാത്രയ്ക്ക്. ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി തന്നെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന ഒരു പരിഹാസവും കേൾക്കേണ്ടി വരുന്നു. ജനരക്ഷാ യാത്രയല്ല, അഴിമതി രക്ഷായാത്രയാണ് VM സുധീരൻ്റെത് എന്ന് പ്രകാശ് കാരാട്ടും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മറുപടി പറയും? യാത്രയാണ്, അഴിമതിക്ക് വേണ്ടിയുള്ള നവകേരളത്തിന്റെ യാത്രയാണ്. കാരണം കേരള ചരിത്രത്തിൽ ഇതുവരെ
സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 274 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതല്ല. കേരളത്തിൽ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഖാവ് ഈ ബാലചന്ദ്രൻ അടക്കമുള്ളവർ, സഖാവ് PS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഇന്നലെ ഈ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചിട്ട് അങ്ങനെ കേസിൽ പ്രതിയായ നേതാവ് അഴിമതിക്കെതിരെ യാത്ര നടത്തുമ്പോൾ അറബുകാരന്റെ അഹിംസാ സിദ്ധാന്തം എന്നല്ലാതെ അതിനെ കുറിച്ച് മറ്റെന്ത് പറയുന്നത്? പിന്നെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലോചിച്ചുറപ്പിച്ച് കൃത്യമായ ഒരുക്കങ്ങൾ നടത്തി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന യാത്ര എന്നത് ആഗ്രഹത്തിന് പുറത്ത് നടത്തുന്ന യാത്ര എന്ന നിലയിൽ ആ ഒരുക്കങ്ങളെ കുറിച്ച് കേരളത്തിലെ സമൂഹത്തിന് അറിയാവുന്നതാണ്. പിന്നെ CM സുധീരൻ നയിക്കുന്ന രേഖ യാത്രയും ഈ യാത്രയുമായി താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല എന്ന സ്ഥിതി ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ അത് സിനിമാ പരിഹാരം എന്നതിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് ബഹുമാനിക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയ അനുഭാവം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തോട് ബഹുമാനം മനസ്സ് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പിണറായി വിജയന്റെ കടുത്ത മക്കൾ ആയതുകൊണ്ട് മാത്രം അങ്ങയുടെ നാവിൽ വന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ CM സുധീരൻ ആരാണ് എന്ന് പറയുന്ന പാർട്ടിയെ അന്തത്തോടെ സങ്കുചത്തോടെ നിന്ന് കേരളത്തിലെ സാമൂഹ്യ ജന്മത്തിൽ മാറ്റുന്നതിനെതിരായിട്ടും സാമൂഹ്യ ജന്മങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വർഗീയ ഫാസിസത്തിനെതിരായിട്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ആണ് CM സുധീരൻ യാത്ര നടത്തുന്നത്. പിന്നെ ജനരക്ഷാ യാത്ര എന്ന് പേരിട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ സംശയമൊന്നുമില്ല, ഞങ്ങൾ പ്രസ്ഥാനം ഭരിക്കുന്നു. പക്ഷെ എന്നതുകൊണ്ട് രാജ്യത്ത് വളരെ അസഹിഷ്ണുതയ്ക്കെതിരെ കഴിയും കേട്ട് നോക്കിയിരിക്കാൻ ഞങ്ങൾക്കാവില്ല. CPM പറയുന്ന അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള നമ്മുടെ വല്ല ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ കേരളത്തിൽ ബീഫിന് നിരോധനമില്ലാത്ത കേരളത്തിൽ ബീഫ് ഫസ്റ്റ് നടത്തിയിട്ട് ഞങ്ങളിതാ ഈ രാഷ്ട്രീയം മുഴുവൻ അസഹിഷ്ണുതയ്ക്കെതിരായിട്ട് BJPയുടെ RSSന്റെ സംഘപരിവാർ ശക്തികളുടെ വർഗീയ വൽക്കരണത്തിനെതിരെ പ്രതിരോധിക്കുമെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ 1977 പുതുമൈ മത്സരത്തിൽ KG മാരാർക്ക് വേണ്ടി വോട്ട് പിടിച്ച CPMന്റെ നേതാക്കന്മാരെ കേരളം മറന്നിട്ടില്ല. അന്ന് കൂത്തുപറമ്പ് മത്സരത്തിൽ പിണറായി വിജയന് വേണ്ടി വോട്ട് പിടിച്ച ജനസംഘത്തിന്റെ നേതാക്കന്മാരെ കേരളം മറന്നിട്ടില്ല. 1979 DTC ഗവൺമെന്റ് താഴെ നിർത്തി ഇടതുപക്ഷത്തെയും BJP ഒപ്പം ചേർന്ന് അടുത്തത് ഉണ്ടെന്ന് തുടങ്ങിയതൊന്നും കേരളം മറന്നിട്ടില്ല. ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികളുടെ വർഗീയ വൽക്കരണത്തിനെതിരെ കേരളത്തിൽ മാത്രമല്ല ആഫ്രിക്കൻ വിമാനം പ്രചാരണം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതേ വികാരം കൊണ്ട് തന്നെയാണ് CM സുധീരൻ ജനരക്ഷാ യാത്ര നടത്തുന്നത്. ഇപ്പോൾ പാലക്കാട് സ്വീകരണ യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CM സുധീരൻ അഴിമതി കേസിൽ പ്രതിയല്ല എന്നെങ്കിലും രാഷ്ട്രീയ വിവരം ബാധിച്ചിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട സമ്മതിക്കുകയാണ്. ഞാൻ ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്കും തിരിച്ചെത്താം. ഇതിനൊക്കെ മറ്റുള്ളവർക്ക് മറുപടി ഉണ്ടാകാം. പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാത്രം എടുക്കുന്നു. ശ്രീ TG മോഹൻദാസ്, BJPയുടെ വർഗീയതയെ ശക്തമായി തന്നെ നവകേരള യാത്രയിൽ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ആരും പുറകോട്ടായിരുന്നില്ല. ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് തുടങ്ങി കോടിയേരിയിലൂടെ VSലൂടെ ശക്തമായി തന്നെ പിണറായിയിലേക്ക് ആ സന്ദേശം കൈമാറിയിട്ടുണ്ട്. നവകേരള യാത്ര നരേന്ദ്രമോദിയിലൂടെ കേരളത്തിൽ കുമ്മനം രാജശേഖരനിലൂടെ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തന്ത്രത്തെയും ആക്രമിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഏത് തന്ത്രം? ചുമ്മാ അങ്ങോട്ട് BJPയുടെ വർഗീയ തന്ത്രം. ഏത് തന്ത്രം? എന്ത് ചെയ്തു എന്നാണ്? കുമ്മനം രാജശേഖരൻ വന്നത് മുതൽ അപസ്മാര സദൃശ്യമായ ബഹളം നടക്കുന്നു. കാര്യം എന്താണെന്ന് ആരും പറയുന്നുമില്ല. ഈ ആകാശത്തിൽ വർത്തമാനം പറയാൻ എളുപ്പമാണ്. ഘടനാപരവും സമൂലവുമായ സാമൂഹ്യ മാറ്റത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിലെ പോലെ വർത്തമാനം പറയരുത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയൂ. ഇപ്പോൾ കേരളത്തിൽ ചരിത്രത്തിലെ പ്രശസ്തരായ അല്ലെങ്കിൽ കുപ്രശസ്തരായ 2 മോഷ്ടാക്കളുടെ പേരാണ് കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചത്. കായംകുളം കൊച്ചുണ്ണിയും മുളമൂട്ടിൽ അടിമയും. ആ തലമുറയിൽ വേറെ 2 പേരുണ്ട്, ഇത്തിക്കര പക്കിയും ജംബുലിംഗവും. അത് ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ, ജനങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ഉപമയും ഉൽപ്രേക്ഷയും ആഖ്യായികയൊക്കെ കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. കൃത്യമായിട്ട് പറയുക, വികസിത കേരളം. ശരി, ഈ നമ്മുടെ വിഴിഞ്ഞം ടെർമിനലിനെ പറ്റി പാർട്ടിയുടെ അഭിപ്രായം എന്താ? ആ ടെർമിനൽ നിങ്ങൾ അനുകൂലമാണോ എതിരാണോ? ഇപ്പം അനുകൂലമാണോ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ എതിർത്തത് തെറ്റായിരുന്നോ? എന്താ നിങ്ങളുടെ എതിർപ്പ്? എന്താ പ്രശ്നം? അദാനിക്ക് കൊടുത്തതാണോ? ആണെങ്കിൽ അത് തുറന്നു പറയും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും പറയൂ. ഏതായാലും തുടങ്ങിയിട്ടൊന്നും ഇല്ല പദ്ധതി. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ റബ്ബർ വില ഇടിഞ്ഞു, സമ്മതിച്ചു.
നരേന്ദ്രമോദിയാണെങ്കിൽ വർഗീയവാദിയാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഇറക്കി വിടാനും നിർവാഹമില്ല, ഒരു 4 കൊല്ലം കൂടെ അങ്ങേരെ അവിടെ ഇരിക്കും. അങ്ങേരാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ന്യൂനപക്ഷങ്ങളെ വറുത്ത് തിന്നുകൊണ്ടും ഇരിക്കുന്നു. ശരി, ഇരിക്കട്ടെ. റബ്ബർ വില കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നരേന്ദ്രമോദിയിൽ നിന്ന് 5 പൈസ പ്രതീക്ഷിക്കേണ്ട, എഴുതി തള്ളിയേക്കുന്ന കേന്ദ്രത്തെ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ നടപടി എന്താ ചെയ്യാൻ പോകുന്നത്? മൂർത്തമായ എന്ന് പറയുന്നതല്ലാതെ എന്ത് ചെയ്യും ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? അതല്ല, നിങ്ങൾ കേന്ദ്രത്തെ പഴിക്കാനാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴേ പറയണം, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല റബ്ബർ വില, അത് കേന്ദ്രത്തിലാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അധികാരത്തിൽ കയറുമ്പോൾ ഞങ്ങളെ കുറ്റം പറയല്ലേ എന്ന് ആദ്യമേ തന്നെ ജനങ്ങളോട് പറയണം. പൂട്ടിക്കിടക്കുന്ന ബാറുകൾ നിങ്ങൾ തുറക്കുമോ? ഭാഗികമായിട്ട് തുറക്കുമോ? കുറച്ചെങ്കിലും തുറക്കുമോ? അതോ ബാക്കിയുള്ളതും കൂടെ പൂട്ടുമോ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എണ്ണമിട്ട് കൃത്യമായിട്ട് പറയുന്നേ, അതല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വലിയ വാക്കുകൾ എടുത്ത് ആകാശത്തിൽ എറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചർച്ച ചെയ്യാനാ? ബി ഉണ്ണികൃഷ്ണൻ എല്ലാ ചർച്ചയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആലങ്കാരികമായ വലിയ കാര്യങ്ങൾ പറയുക. കഴമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒട്ടിയില്ല താനും. ഞാൻ അതുകൊണ്ടാണ് ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളെ സ്പർശിക്കുന്ന ചോദ്യം ചോദിക്കുന്നത്. അതിൽ എൻ്റെ ഷെയർ ഓഫ് ബ്ലെയിം, നിങ്ങൾക്കൊക്കെ ഞാൻ വർഗീയവാദിയാണ്, ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനും നിങ്ങളെ മറുപടിയില്ല. കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ വർഗീയം എന്ത് ചെയ്തു കുമ്മനം രാജശേഖരൻ? നമുക്ക് നേരത്തെ റിയാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നവകേരള യാത്ര രാഷ്ട്രീയം സെറ്റ് ചെയ്തു എന്ന് റിയാസ് അവകാശപ്പെട്ടതുപോലെ തന്നെ ഈ ചർച്ചയിൽ അവകാശങ്ങൾ എല്ലാവരും നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വന്നാൽ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, താങ്കളാണ് തുടങ്ങിയത്. അവിടെ താങ്കളുടെ പ്രതീക്ഷകൾ താങ്കൾ പറഞ്ഞു. അതിന് ബിന്ദു കൃഷ്ണ താങ്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താങ്കൾ പിണറായിയുടെ ഭക്തനാണ്, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്നാണ്. ഇതായിപ്പോൾ ടി ജി മോഹൻദാസും താങ്കളെ മറ്റൊരു രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. നവകേരള യാത്രയിലേക്ക് തിരിച്ചെത്തണം, ആ ഒരു ചർച്ചയിലേക്ക് നമുക്കിത് മുന്നോട്ട് പോവുകയും വേണം താങ്കളുടെ മറുപടിയിലൂടെ. അല്ല, ശ്രീമതി ബിന്ദു കൃഷ്ണ പിണറായി ഭക്തനാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ലളിതമായിട്ടൊരു ഉത്തരവേ അതിനകത്തുള്ളൂ. ഒരുവിധ ഭക്തി പ്രസ്ഥാനത്തിലും ഞാൻ ഭാഗവാക്കല്ല, 1. 2, നവകേരള യാത്രയെ പിണറായി എന്ന ഒരു വ്യക്തിബിംബത്തിലേക്ക് ചുരുക്കാനും ഞാൻ തയ്യാറല്ല. അത് ചുരുക്കുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. എൻ്റെ ലാൽ ചോദിച്ച ചോദ്യത്തോടുള്ള എൻ്റെ ആദ്യ പ്രതികരണത്തിൽ ശ്രീ പിണറായി വിജയൻ ആ ജാഥയുടെ ക്യാപ്റ്റനാണ് എന്നുള്ള ഒരു പരാമർശമല്ലാതെ പിണറായി വിജയനെ കുറിച്ച് ഞാൻ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഈ നവകേരള യാത്ര എന്ന് പറയുന്നത് CPIM എന്ന ഇടതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒന്നാണ്. അതിന് ആ പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും ഒരുപാട് നാളായിട്ട് അപഗ്രഥിച്ചുണ്ടാക്കിയ വിഷയങ്ങൾ പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുകയും അത് ചർച്ചയ്ക്ക് വിഷയമാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഉള്ള ഒരു നയരേഖയുമായാണ് ആ പാർട്ടി ഈ ജാഥയിലൂടെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത്തരം അഭിപ്രായ രൂപീകരണങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് വളരെ വിമർശനാത്മകമായി അതിനോട് വിയോജിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ ഈ പാർട്ടിയെ ഒരു വ്യക്തിബിംബത്തിലേക്ക് ചുരുക്കുവാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. അത് തെറ്റായ സമീപനമാണെന്ന് എക്കാലവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2, ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത് ശ്രീ പിണറായി വിജയൻ ഏതോ കേസിൽ പ്രതിയാണെന്നാണ്. അതെനിക്കറിയില്ല, ഏത് കേസിലാണ് അദ്ദേഹം പ്രതിയായിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം വിജിലൻസ് CBIയുടെ ഇവിടെ കോടതി അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം നിലവിൽ ഒരു കേസിലും പ്രതിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3, ഒരാളുടെ ഭക്തനാവണമെന്നില്ല ഒരു അനീതി ചൂണ്ടിക്കാണിക്കാൻ. അതായത് നിരന്തരം ഒരു വ്യക്തിയെ വേട്ടയാടുകയും യാതൊരു യുക്തിയില്ലാതെ വേട്ടയാടുകയും അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയേ അടങ്ങൂ എന്നുള്ള വാശി വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നത് ഭക്തിയായി വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ വാചകങ്ങളിൽ ഒന്ന് വ്യക്തമാണ്, യുക്തിയില്ലാത്ത ഒരു പിണറായി പേടി കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. 2ാമത്തെ സംഗതി, ശ്രീ മോഹൻദാസ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാം ആലങ്കാരിക പ്രയോഗമാണ്. അദ്ദേഹം പറഞ്ഞ വാചകത്തിനകത്ത് ഒരുപാട് ആലങ്കാരിക പ്രയോഗമുണ്ട്. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു സംവാദം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഈശ്വര വിശ്വാസിയും
ഒരു നിരീശ്വരവാദിയും തമ്മിൽ സംഭാഷണം നടത്തിയാൽ അത് എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് തികച്ചും മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിരിക്കാം. അത് എല്ലാ വർഗീയവാദികളുടെയും അടിസ്ഥാന പ്രശ്നമാണ്. കാരണം അതിൽ അവർ പ്രമാദമൊന്നും കാണുന്നില്ല, തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ അതിന് വേറൊരു തരത്തിലുള്ള ഒരു മൂല്യവിചാരണയ്ക്ക് അത് വിധേയമാകുമ്പോഴാണ് അതിനകത്ത് പിശകുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത്. അത് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം അതല്ല എന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്താൽ ഞങ്ങൾ ഒരിടത്തും എത്താൻ അത് പറഞ്ഞ് ധരിപ്പിക്കലും അല്ല, അതിനെക്കുറിച്ചുള്ള മറുപടിയിലേക്ക് പോകലുമല്ല ഈ ചർച്ച. നവകേരള യാത്രയാണ്. അതിലേക്ക് ഞാൻ ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് മറ്റുള്ളവരിലേക്ക് വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിടത്തു നിന്ന് തന്നെ വീണ്ടും അങ്ങയിലേക്ക് ചോദ്യത്തിലേക്ക് വന്നാൽ, പിണറായി വിജയനിലേക്ക് നവകേരള യാത്രയെ ചുരുക്കിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതല്ലെങ്കിൽ യുക്തിയില്ലാത്ത ഒരു പിണറായി പേടി ഇപ്പോൾ കോൺഗ്രസിനും UDF-നും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി പിണറായി ഒരു കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോവുക, ബി ഉണ്ണികൃഷ്ണൻ തന്നെ അറിയാത്തൊരു കാര്യം ആണത്. അങ്ങനെ ഒരു അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണത്. ഇങ്ങനെയൊരു കേസ് ഇല്ല, ഉണ്ടായിരുന്ന കുറ്റപത്രം തന്നെ റദ്ദാക്കപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രതി എന്ന് ആരോപിച്ച് ഈ ജാഥയെ തന്നെ അവഹേളിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അവിടെ കോൺഗ്രസ് പറയേണ്ടത് ഈ ജാഥയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നതാണ്. ജനരക്ഷാ യാത്രയ്ക്ക് ഇല്ലാത്ത പദ്ധതിയും വികസന അജണ്ടയും നവകേരള മാർച്ചിന് ഇപ്പോൾ പറയാനുണ്ട്. അതിനോട് എങ്ങനെയാണ് പറയുന്നത്? അഴിമതിയെ ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ജനരക്ഷാ മാർച്ച്, നിങ്ങളുടെ ജനരക്ഷാ യാത്ര അഴിമതി രക്ഷായാത്ര എന്ന് പറയുന്നതിന് അവർക്ക് ഉത്തരമുണ്ട്. KM മാണിയുടെ കുറ്റപത്രത്തെ എങ്ങനെയാണ് വിജിലൻസ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്നുള്ളതാണ് മറുപടിയായി പറയുന്നത്. ഒപ്പം 10 വർഷത്തെ UPA സർക്കാരിന് വിരാമം ഇട്ടുകൊണ്ട് വന്നതാരാണ്? നിങ്ങൾ വർഗീയതയെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ വന്നത് നിങ്ങൾ തന്നെ എല്ലാവരും പറയുന്ന വർഗീയതയുള്ള BJP ആണ്. നിങ്ങൾക്ക് അവരെ തടയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരാജയം അവർ എടുത്തു കാട്ടുമ്പോൾ, പുതിയ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തു മറുപടി എന്നതാണ് ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് ശ്രീ ലാൽ എന്നോട് ചോദിച്ചു. എല്ലാത്തിനും മറുപടി പറയാൻ അവസരം തരണമേ എന്ന് വിനയപൂർവ്വമായി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ശ്രീ പിണറായി വിജയൻ എന്ന ബിംബത്തിലേക്ക് ഈ നവകേരള യാത്രയെ മാറ്റുന്നത് ഞാനോ കോൺഗ്രസോ അല്ല. കണ്ണൂര് മുതൽ കാസർഗോഡ് മുതൽ ഇന്നിപ്പോ പാലക്കാട് വരെ ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതി മുതൽ മുഴുവൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ നവകേരള യാത്രയുടെ പ്രചാരണ ബോർഡുകൾ, CPM-ന്റെ കാൽനട ജാഥകൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, അതിൽ മുഴുവൻ ആ ജാഥയിൽ പങ്കെടുത്തിരിക്കുന്ന മറ്റ് 7 അംഗങ്ങളെയോ അല്ലെങ്കിൽ CPM-ന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെയോ ഊന്നി പറയുന്നത് കേൾക്കാനോ കാണാനോ ഇടയായിട്ടില്ല. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെട്ടത് കാണുന്നു ചർച്ചകളും പ്രചാരണ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ പിണറായി പേടിയൊന്നൊന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്ക്. നിങ്ങൾ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അതോ ആ ജാഥയിൽ വന്ന മുദ്രാവാക്യങ്ങളോട് മറുപടിയില്ലേ? അതിനകത്ത് ജാഥയുടെ ക്യാപ്റ്റന്റെ പേര് എല്ലായിടത്തും ഉണ്ടാകും, VM സുധീറിന്റെ പേര് മറ്റേ യാത്രയിൽ പറയുന്നത് പോലെ. പക്ഷെ അതിൽ മാത്രം എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ വരുന്നു? അതിൻ്റെ കളറുകളിലേക്കും നിറങ്ങളിലേക്കും മാത്രം എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു? അതല്ലാതെ അവർ ഉയർത്തുന്ന വാദങ്ങൾ, അഴിമതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? വർഗീയതയെ ചെറുക്കുന്ന കാര്യത്തിൽ നിങ്ങളെ ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു മറുപടി ചൂണ്ടിക്കാട്ടാനുണ്ട്? ഒരു നിറങ്ങളിലേക്കും ഞങ്ങൾ പോകുന്നില്ല. കേൾക്കുന്നത് സ്വന്തം കാതുകൊണ്ട് കേൾക്കുന്നത് വിശ്വസിക്കുകയും കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിന് കൂടുതൽ പ്രാധാന്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതിൽ അതാണ് സത്യം. പിന്നെ വർഗീയതയെ ചെറുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശം എല്ലാ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച സമയമായിരുന്നുവല്ലോ. ഈ ബീഹാറില് നിങ്ങൾ എവിടെ പോയി മഹാസഖ്യത്തിനുള്ളിലേക്ക് വരാതെ ഇടതുപക്ഷം ഒന്ന് മാറി നിന്നുകൊണ്ട് ജാമ്യൻപൂരിലും അതുപോലെ തന്നെ പിമ്പ്രിയും അടക്കമുള്ള 10 നിയോജക മണ്ഡലങ്ങൾ ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്ക് ബീഹാർ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മളിപ്പോൾ ഒരു നവകേരള യാത്രയെ കുറിച്ചാണ് ചർച്ച. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുൻപ് പലരും, എല്ലാ പാർട്ടികളും യാത്ര നടത്തുന്നു. ഈ യാത്രയുടെ പ്രാധാന്യം ഇടതുപക്ഷം ഇങ്ങനെ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് എന്നതാണ്. ആ മറുപടി പറയാൻ ശ്രീ ലാൽ അനുവദിക്കുന്നില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് BJP-യുടെ വർഗീയ ഫാസിസത്തെ ചെറുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും
കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലും അടക്കം നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ സമാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതുപോലെ തന്നെ 25 വർഷം തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത നേതാക്കന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് മഹാസഖ്യമായി പോയപ്പോൾ അവിടെ അതിന് തുരങ്കം വെക്കുവാനും BJPക്ക് 53 സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനും ഈ LDF മുന്നോട്ട് വന്നു. ഈ നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിൽ അധികാരം കൊടുത്തത് 10 വർഷത്തെ UPA സർക്കാരാണെന്നാണ് ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന് പറയാം, അദ്ദേഹം ഇന്ത്യയിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചുവല്ലോ. 33 വർഷക്കാലം CPM പ്രവർത്തിച്ച ബംഗാളിൽ നിന്ന് 36 ലക്ഷം ബംഗാളി സുഹൃത്തുക്കൾ കേരളത്തിലേക്ക് വന്ന് ഇന്നലെ ഞങ്ങൾ പെരിന്തൽമണ്ണയില് റോഡിലൂടെ നടന്നിട്ട് മുഴുവൻ സ്ഥലത്തും ബംഗാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ അതാണല്ലോ സ്ഥിതി. എന്താണ് അദ്ദേഹത്തിന് ആ സംസ്ഥാനത്ത് പോലും ഈ CPMന്റെ പ്ലീനം നടന്നപ്പോൾ തത്വത്തെ നടന്നപ്പോൾ അവിടുത്തെ സഖാക്കൾ പറയുന്നു കോൺഗ്രസിനോട് യോജിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ പോലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരികയുള്ളൂ എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് മതനിരപേക്ഷ കക്ഷിയല്ലെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? മതേതരത്വത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ CPM കോൺഗ്രസിനെതിരെയുള്ള അന്ധമായ വിരോധം അവസാനിപ്പിക്കണം. അതിന് തയ്യാറാകാത്തിടത്തോളം കാലം മോഹൻ ഭാഗവത് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വേണ്ട ഒരു വിളി കേട്ടാൽ, ഒരു മൊഴി കേട്ടാൽ ശ്രീ മുഹമ്മദ് റിയാസ് മറുപടി. പൊതുയോഗത്തിൽ സംസാരിക്കുന്ന പോലെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇഷ്ടം പോലെ സമയം കൊടുത്തു. അതുകൊണ്ട് ഇരുഭാഗത്തുനിന്നും വന്ന ആശയപരമായ അക്രമങ്ങൾ സമയമെടുത്ത് ഞാൻ മറുപടി നൽകും. അത് ന്യായമായും ജനാധിപത്യപരമായി നിങ്ങൾ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഞാൻ ഈ നവകേരള മാർച്ചിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, അതിൽ കേരളം വികസിത കേരളം എന്നുള്ള സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ UDFന്റെ പ്രതിനിധി തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് വിദേശ ഫണ്ട് IT മേഖലയുള്ളത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. 4.5 കൊല്ലമായി കേരളം അവർ ഭരിക്കുന്നു. കാർഷിക മേഖല തകർച്ച ഒന്നും പറഞ്ഞിട്ടില്ല. അവരിവിടെ പറയാൻ പ്രധാനമായും പിണറായി വിജയനെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യാനല്ല, അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ച് സംഘടിതമായി ആക്രമിച്ചാൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഏതോ കാലത്ത് വിജിലൻസ് കോടതി അതുപോലെ CBI കോടതി പ്രാഥമിക അന്വേഷണത്തിൽ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് ചവറ്റുകോട്ടയിൽ എറിഞ്ഞൊരു കേസുമായി വർത്തമാനം പറയാൻ വന്നാലൊന്നും ജനം വിശ്വസിക്കില്ല. അപ്പോൾ അതിലേക്കൊന്നും പോയി സമയം കളയാൻ ഞാനില്ല. ഇവിടെ നിങ്ങൾ രണ്ടുപേരും സംഘടിതമായി ചോദിച്ച ചോദ്യം, അതിലാദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ ജാഥ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു വല്ലാത്ത കൊതി ഉണ്ടാവും. നിങ്ങളുടെ ജാഥയുടെ സ്ഥിതി അറിയാം. കോഴിക്കോട് ജില്ലയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോലും ആ ജാഥ ബഹിഷ്കരിച്ചു. എന്നെ ഈ ഒഴിഞ്ഞ കസേരകളിൽ നിങ്ങളുടെ ജാഥ കണ്ടപ്പോൾ അത്ഭുതപ്പെടുത്തിയത്, നിങ്ങൾ കുറേ DCC സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിട്ടില്ലേ? അവരൊക്കെ ആ ജാഥാ കേന്ദ്രത്തിൽ വന്നാൽ തന്നെ വമ്പിച്ച ജനക്കൂട്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ആള്. ഒരു കുർള എക്സ്പ്രസ് പോലും തികയാത്തത്ര സീറ്റ് DCC സെക്രട്ടറിമാർക്ക് നിങ്ങൾ കൊടുത്തു. ആയിക്കോട്ടെ, നിങ്ങളുടെ ജാഥയിൽ എന്ത് പൊളിറ്റിക്സാണ് നിങ്ങൾ പറയുന്നത്? രക്ഷിക്കേണ്ടത് ആരെയെന്നുള്ള ചോദ്യം അവിടെ കേട്ടെ. ജനങ്ങൾക്കിടയിൽ ഒരു ട്രെൻഡായി മാറി. നിങ്ങളെ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ മതനിരപേക്ഷത. നിങ്ങളിപ്പോൾ കുറേ പ്രസംഗിച്ചല്ലോ. ഞാൻ 3 കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തേ കേരളത്തിലും ഇന്ത്യയിലും ഒരു സംസ്ഥാനങ്ങളിലും RSSകാർ രാഷ്ട്രീയമായി കോൺഗ്രസ് പ്രവർത്തകരെ വകവരുത്താത്തത്? എന്തേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം വകവരുത്തുന്നത്? RSSന്റെയും സംഘപരിവാറിൻ്റെയും ആശയപ്രചരണത്തിന് ഒരിക്കലും നിങ്ങളുടെ പ്രവർത്തനം എതിരല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കുറേ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. അവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നുണ്ടോ, കൊല്ലപ്പെടുന്നുണ്ടോ? തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റി എന്ത്? ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ നേതാവാണല്ലോ ദിഗ്വിജയ് സിംഗ്. ഗോവധ നിരോധനം ആത്മാർത്ഥമായി BJP ഗവൺമെന്റിനേക്കാൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റുകളാണെന്ന് പറഞ്ഞ ദിഗ്വിജയ് സിംഗിനോട് നിങ്ങൾ എടുത്തിട്ടുള്ള സമീപനം എന്ത്? ഒരു താക്കീത് ചെയ്തോ? നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഹിമാചൽ പ്രദേശിലെ വീരഭദ്ര സിംഗ് ആയാലും ഉത്തരാഖണ്ഡിലെ ഹരീഷ് മേത്തി ആയാലും കർണാടകയിലായാലും എടുത്തിട്ടുള്ള സമീപനം എന്ത്? കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു പാവപ്പെട്ട ട്രക്ക് ഡ്രൈവറെ തല്ലിക്കൊന്ന സംഘപരിവാർ കാബാലികരെ അറസ്റ്റ് ചെയ്തോ നിങ്ങൾ അവിടെ? ഹിമാചലിൽ ഇല്ല. കേരളം നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ യാത്ര നടത്തുന്നതിന് മുമ്പ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം എടുത്തോ BJP വിജയിച്ച സീറ്റുകൾ? കഴിഞ്ഞ തവണ നിങ്ങളാണ് ജയിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റും നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. നിങ്ങളുടെ വോട്ട് കച്ചവടമാക്കുന്നു, നിങ്ങളുടെ വോട്ട് ചോരുന്നു. ഇത് നിങ്ങൾ പഠിക്കണ്ടേ? ആരാണ് കച്ചവടമാക്കുന്ന നേതാക്കന്മാരെ നടപടിയെടുക്കൂ. അല്ലാതെ പേരിന് മതനിരപേക്ഷ പറഞ്ഞ് ജാഥ നടത്തലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ജാഥ കാണുമ്പോൾ വല്ലാത്ത കൊതി തോന്നും. ഈ സമ്മേളനം ജാഥ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൊതി തോന്നി. ഷുഗർ പേഷ്യൻസിന് ലഡു ജിലേബിയൊക്കെ മുമ്പിലൊക്കെ ഉള്ളൊരു കൊതി പോലെ തിന്നാനൊട്ട് പറ്റില്ല. അതിൻ്റെ ദുഃഖം നിങ്ങൾക്കുണ്ട്, അത് അംഗീകരിക്കുന്നു. ഞങ്ങളൊരു ജാഥ നടത്തുമ്പോൾ ജാഥക്ക് സയൻറ്റിഫിക്കലായും ജനങ്ങൾക്കിടയിലും ശരിയായ അർത്ഥത്തിൽ പറയേണ്ട മുദ്രാവാക്യവും കണ്ടന്റും ഉണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. എന്താ നിങ്ങളുടെ ജാഥയുടെ പ്രോഗ്രാം? എന്താ നിങ്ങളുടെ ജാഥ സംവദിക്കുന്നത്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം.
രണ്ടാമത് ഇവിടെ BJP-യുടെ സുഹൃത്ത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് വല്ലാതെ പറഞ്ഞു, വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. വിലക്കയറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ 2006 മുതൽ 2011 വരെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ വില വിവര പട്ടിക ഒന്ന് പരിശോധിക്കണം. ഞങ്ങൾ നിങ്ങളും കോൺഗ്രസിനെയും പോലെ നവലിബർ നയം പിന്തുടരുന്നവരല്ല. ഞങ്ങൾ ബദൽ ഉയർത്തി പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തി വിലക്കയറ്റം പിടിച്ചു നിർത്തി സർക്കാർ മധ്യവർത്തിയില്ലാതെ സാധനങ്ങൾ വാങ്ങി സംഭരിച്ചു വിറ്റു. സഹകരണ സ്ഥാപനങ്ങളൊക്കെ വഴി ഇതെല്ലാവരും അംഗീകരിച്ച. പിന്നെ വിഴിഞ്ഞം പദ്ധതി നിങ്ങൾ വല്ലാതെ പറയുന്നുണ്ടല്ലോ. ഞാനിവിടെ അക്കമിട്ട് നിരത്താം, സമയക്കുറവുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ലാൻഡ് ലോഡ് മോഡൽ ഗവൺമെൻറ് 400 കോടി ബഡ്ജറ്റ് ഇതിന് മാറ്റിവെച്ചത്. ലാൻഡ് ലോഡ് മോഡൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്തുണ്ട്. അതിൻ്റെ ഞങ്ങൾ എതിർത്തിട്ടുള്ള വ്യവസ്ഥകളെയാണ് വളരെ കൃത്യമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് കൃത്യമായി പറയുന്ന സമയത്ത് തെറ്റായ ഒരു വ്യവസ്ഥ, ഈ നാടിനൊരു ഗുണകരമല്ലാത്ത രീതിയിലേക്കുള്ളൊരു വ്യവസ്ഥയെ എതിർക്കുന്നതിൽ എന്താ തെറ്റ്? അതിൽ തെറ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ചെന്നൈ തുറമുഖവുമായി ബന്ധപ്പെട്ട് 35% ലാഭമാണ് അദാനി അവിടെ കൊടുക്കാൻ തിരിച്ച്, ഇവിടെ 1% ആണ്. ഭൂമിയുടെ വിറ്റുവരവായാലും എന്തായാലും എടുത്തിട്ടുള്ള സമീപനം ഇത് ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. കാര്യങ്ങൾക്കുള്ള മറുപടി റിയാസ് ഇപ്പോൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് സമയക്കുറവുകൊണ്ടാണ് ഇടപെടുന്നത്. ഒപ്പം തന്നെ ഇന്ന് ജാഥയിലും കൃത്യമായി പറഞ്ഞു, താങ്കൾ നേരത്തെ ചോദിച്ചു, പറയൂ എന്ത് തന്ത്രം, എന്ത് വർഗീയതയാണ് എന്ന് ചോദിച്ചു. നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണനും പറഞ്ഞു, അതിൻ്റെ സൈദ്ധാന്തികമായ ഒരു പ്രശ്നം പറഞ്ഞു, തർക്കം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ചില ചോദ്യങ്ങളുണ്ട്. ശ്രീ ടി ജി മോഹൻദാസ്, നരേന്ദ്രമോദിയുടെ കീഴിലുള്ള RSSൻ്റെ അജണ്ട കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തെയാണ് നവകേരള യാത്ര മുന്നോട്ട് പറയുന്നത്. ബീഫിൻ്റെ കാര്യം എടുത്തു പറയുന്നു, കർ വാപ്പസിയിലൂടെ BJP നടത്തുന്ന കാര്യങ്ങൾ പറയുന്നു. ഒപ്പം 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരുമെന്നുള്ള ചോദ്യം ഇപ്പോഴും നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. ചോദ്യം ചോദിച്ചാൽ നരേന്ദ്രമോദി ടൂറിലാണെന്നാണ് VS പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ഈ യാത്ര. അത് നിങ്ങൾ മറുപടി പറയാതെ എന്തിനാണ് ഒളിച്ചോടുന്നത്? ഇതാണ് ഡോക്ടർ ലാൽ പ്രശ്നം. എൻ്റെ ചോദ്യം സുവ്യക്തമായിരുന്നു. ഞാൻ ഈ പരത്തിപ്പറച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ഇത്തരം ഈ റെട്ടറിക്കെല്ലാം ഇറങ്ങി വരും എന്ന് എനിക്കറിയാം. ഉണ്ണികൃഷ്ണൻ ചെയ്തത് എന്താ? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പച്ച മലയാളം. അദ്ദേഹം ഉപയോഗിച്ചത് സംവാദം അസാധ്യമാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചുരുക്കം. ചോദ്യത്തിന് ഉത്തരമില്ല, അതുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഇപ്പോഴും വിശ്വാസികളുടെ എണ്ണമാണ് ബഹുഭൂരിപക്ഷം, അവിശ്വാസികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരോട് സമ്മതിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എന്താണ് യാത്രയിൽ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇരിക്കട്ടെ, ഞാൻ വിഴിഞ്ഞം പദ്ധതി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് റിയാസിനോട് ചോദിച്ചത്. റിയാസിനോടും ഉണ്ണികൃഷ്ണനോടും. നേരത്തെ ചെയ്തത് തെറ്റായിരുന്നോ? അല്ല, ശരിയായിരുന്നു. ആയിക്കോട്ടെ, അപ്പം നിങ്ങൾ എന്താ മറ്റേ പറഞ്ഞ ആ മോഡലിലേക്ക് പോകാനാണോ? ശ്രീ ടി ജി മോഹൻദാസ്, അതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിനും മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക അല്ലെങ്കിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇറക്കും. അതിലേക്ക് വരട്ടെ. ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റിംഗ് ആണ്. അവിടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസനത്തിൻ്റെയും അഴിമതിക്കെതിരെയും ഒക്കെയുള്ള പദ്ധതികളാണ് ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്നത്. ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളല്ല. അവിടെയാണ് നിങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ പറഞ്ഞതിനെക്കുറിച്ചുമുള്ള ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ അഭിപ്രായം ഇന്നിപ്പോൾ നേതാക്കൾ നവകേരള യാത്രയിലൂടെയൊക്കെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാത്തത് എന്ന് തിരിച്ചു ചോദിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. ഡോക്ടർ ലാൽ, ഇത്ര പേട്രണൈസിങ് ആയിട്ട് പെരുമാറരുത്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത്. ഞാൻ ഈ ചെറുപ്പക്കാരനെ ആദ്യമായിട്ടില്ല കാണുന്നത്. ഇദ്ദേഹം നല്ല സമർത്ഥനായൊരു ഡിബേറ്ററാണ്, കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇത്ര ദീർഘമായ മറുപടി ഡോക്ടർ ലാൽ പറയണ്ടല്ലോ. അത് മുഹമ്മദ് റിയാസ് തന്നെ പറയുമല്ലോ. മുഹമ്മദ് റിയാസിന്റെ മൈക്കായിട്ട് വർക്ക് ചെയ്യേണ്ടെന്ന്, മുഹമ്മദ് റിയാസിന് സാമർത്ഥ്യം ഉണ്ടെന്ന് പരിഭ്രമിക്കേണ്ട. ഇല്ല ഡോക്ടർ ലാൽ, മുഹമ്മദ് റിയാസ് എൻ്റെ മുമ്പിൽ പരാജയപ്പെടും എന്നങ്ങ് ഭയക്കണ്ട. മിടുക്കനാണ് മുഹമ്മദ് റിയാസ്. വെറുതെ എന്തിനാ കയറി സംരക്ഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് വിജയിക്കാൻ ഞാൻ ഒരു അവസരം തരികയാണ് മുഹമ്മദ് റിയാസിനോട്. മുഹമ്മദ് റിയാസിന്റെ പാർട്ടി ഇന്നിതാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം. അതിൽ ഒന്ന് ഞാൻ ഏറ്റവും അവസാനം തുടങ്ങുകയാണ്. VS അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം.
എവിടെ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ആ പദ്ധതി അതെവിടെ എത്തി? വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചോദിച്ചല്ലോ. ഈ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും പോക്കറ്റിൽ എത്തും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഒരു വ്യാജ വീഡിയോ ഒരു ചാനലിൽ എഡിറ്റ് ചെയ്ത ഒരു ക്ലിപ്പ് കാണിച്ച് കേരളത്തിൽ ഒരു മായാജാലം സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ്. മറ്റുള്ളവർ പറയുന്നത് കോട്ട് ചെയ്താണ് നരേന്ദ്രമോദി അതിൽ പറഞ്ഞത്. 15 ലക്ഷം രൂപ ആൾക്കാരുടെ പോക്കറ്റിൽ ഇട്ട് തരാമെന്നൊന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. ശരി, രണ്ടാമത്തെ കാര്യം, ഭീകരവാദികളെ ആക്രമണത്തിൽ തടയാനാകാതെ പത്താൻകോട്ടിൽ സംഭവിച്ചിരിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിക്ക് അവിടെയും പരാജയം സംഭവിച്ചിരിക്കുന്നു, ഭീകരവാദത്തെ തടയാനാകുന്നില്ല. ഡോക്ടർ ലാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് മോദിയുടെ പെർഫോമൻസ് ആണോ അതോ നവകേരള യാത്രയുടെ അജണ്ടയാണോ? ഏതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? നവകേരള യാത്രയിൽ അവിടെ നേതാക്കൾ പറഞ്ഞ കാര്യത്തെയാണ് ഞാൻ നവകേരളം എന്ന് പറയരുത്. ഒരു BJP വിരുദ്ധ യാത്ര എന്ന് പറയുന്നത് ധൈര്യമായിട്ട് ഒരു മോദി വിരുദ്ധ യാത്ര നിങ്ങൾ നടത്തുകയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു, നമുക്ക് സമാധാനം ഉണ്ടല്ലോ, നമുക്ക് ചർച്ച ചെയ്യല്ലോ. നവകേരളമാണ് അഴിമതി മുക്തമാണെന്ന് പറയരുത്. BJP വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധ യാത്രയാണ് ഞങ്ങൾ. ചോദ്യം, ഞങ്ങളുടെ നവകേരള ജാഥയുടെ മുദ്രാവാക്യത്തിലെ മതനിരപേക്ഷയുമായി ബന്ധപ്പെട്ട 2 ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട BJPക്ക് വേണ്ടി ഇവിടെ വന്ന വക്താവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വർഗീയതയില്ല. 2 ചോദ്യം. നാഥൂറാം ഗോഡ്സെയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? 948 ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ നാഥൂറാം ഗോഡ്സെയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ മേൽപ്പാലം വേണമെന്ന് പറയുന്നു? അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമ വേണമെന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രി പ്രസംഗിക്കുന്നു. 2ാമത്തെ ചോദ്യം, ഹരിയാനയിലെ പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ചതിന് 2 വയസ്സുള്ള ആൺകുട്ടിയും 11 മാസമുള്ള പെൺകുട്ടിയെയും ചുട്ടുകൊന്നതിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് സമാനമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി VK സിംഗിനെ നരേന്ദ്രമോദി താക്കീത് ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ബർത്ത്ഡേ ഗ്രീറ്റിംഗ് ഫേസ്ബുക്കിലൂടെ അയച്ചത് എന്തിന്? ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് റിയാസിനെ പ്രോത്സാഹിപ്പിച്ച് വാങ്ങിച്ച ചോദ്യങ്ങളാണ്. ഗുലാം അലിയുടെ സംഗീത കച്ചേരിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എനിക്കറിയാം എന്താണെന്നറിയാമോ? നവകേരള സൃഷ്ടി എന്നൊക്കെ പറയുന്ന ജാടയ്ക്ക് റിയാസിനൊരു ചുക്കും പറയാനില്ല. ഡോക്ടർ ലാൽ എത്ര സംരക്ഷിച്ചാലും ആ ചെറുപ്പക്കാരൊരു ചുക്കും പറയാനില്ല. ഡോക്ടർ ലാലും റിയാസും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ 1948 നാഥൂറാം ഗോഡ്സെയെ എണീപ്പിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ ചോദിക്കട്ടെ റിയാസെ, മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷമുള്ള നിങ്ങളുടെ അനുശോചന പ്രമേയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുശോചന പ്രമേയം ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. 48 നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ പ്രമേയം എവിടെ? നിങ്ങളതിനെ കണ്ടം ചെയ്തോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തിൽ ഒരേ ഒരു രാജ്യമാണ് മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ അനുശോചിക്കാഞ്ഞത്. അത് നിങ്ങളുടെ ഫാദർലാൻഡ് സോവിയറ്റ് യൂണിയനാണ്. ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, എന്റെ ചോദ്യം കൂടെ കേൾക്കണമല്ലോ. എന്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞങ്ങളാരും ഗോഡ്സെയെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ല, അമ്പലം ഉണ്ടാക്കാനും പറഞ്ഞിട്ടില്ല, ഒരു ചുക്കും പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ പറയട്ടെ, 1985 മുമ്പ് നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 85 മുമ്പ് പ്രസ്താവന. ഇനി VK സിംഗിന്റെ പ്രസ്താവനയിലേക്ക് വരാം. ഡോക്ടർ ലാലിന് ഓർമ്മയുണ്ടാവും, ഞാനും VV രാജേഷും തമ്മിലുള്ള സംവാദം ഇതേ ചാനലിൽ ഇതേ സമയത്ത് ഡോക്ടർ ലാലിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം, വിശ്വനാഥ മേനോന്റെ കാര്യം, നയനാരുടെ കാര്യം, MM മണിയുടെ കാര്യം, ഞാനിതൊക്കെ ഇനി ആവർത്തിക്കണോ? ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ഒരു വാക്കെടുത്ത് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ VK സിംഗ് പറഞ്ഞു, എടാ ഇക്കണക്കിന് ഒരു പട്ടിയെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനും ഞാൻ സമാധാനം പറയണോ എന്ന് ചോദിച്ചു. അതെടുത്ത് മോഹൻദാസ് എന്താണ് പറഞ്ഞു വരുന്നത്? BJP വർഗീയ പാർട്ടിയാണ്, ആ വർഗീയ അജണ്ടയിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമില്ല എന്ന് നവകേരള യാത്ര പറയുമ്പോൾ അതിന് അവരെ സംരക്ഷിക്കാനുള്ള പദ്ധതിയുമായി CPM ഒരു യാത്ര നടത്തി മുന്നോട്ട് വരുമ്പോൾ TG മോഹൻദാസ് എന്താണ് പറയുന്നത്? BJP വർഗീയ പാർട്ടി അല്ല എന്നാണോ? കുമ്മനം രാജശേഖരൻ ക്ഷേത്രങ്ങളുടെ ചുറ്റും മറ്റ് സമുദായങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ? എന്താണ് പറയുന്നത്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ശ്രീ TG മോഹൻദാസ് കൃത്യമായി ഉത്തരം പറയുക. എന്ത് കൃത്യമായ ഉത്തരം? 1948 മഹാത്മാഗാന്ധി വധക്കേസ് ചർച്ച ചെയ്യാം. നമുക്ക് ഈ വിഷയം മാറ്റിവെക്ക്. മഹാത്മാഗാന്ധി വധക്കേസിന് ഞാൻ ചർച്ച ചെയ്യാം. റിയാസിനോട് പറ, ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ 14 ഓളി എടുത്തുകൊണ്ട് വരാൻ പറ. എന്നിട്ട് നമുക്ക് മഹാത്മാഗാന്ധി വധക്കേസ് ചർച്ച ചെയ്യാം. അല്ലാതെ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് ഗോഡ്സെ എന്ന നമ്പർ എന്തായാലും നവകേരള യാത്രയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായ നവകേരള സൃഷ്ടിയിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്റെ ചോദ്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇത്തിക്കര പക്കി എവിടെ? നിങ്ങളുടെ ജമ്മുലിംഗം എവിടെ? ലാവ്ലിൻ കേസിൽ VS ന്റെ അഭിപ്രായം എവിടെ?
ഗോഡ്സെയുടെ ലാവ്ലിൻ കേസിൽ എവിടെ വി എസിന്റെ അഭിപ്രായം? അഴിമതിയെ പറ്റി വലിയ വർത്തമാനം പറയുന്നല്ലോ. ലാവ്ലിൻ കേസിൽ എവിടെ വി എസിന്റെ അഭിപ്രായം? നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. നവകേരളം പറയുന്നു. നവകേരളം ചർച്ച ചെയ്യാൻ നിങ്ങൾക്കില്ല. നിങ്ങൾ 60-65 വർഷം പുറകോട്ട് പോവുകയാണ്. ഇത് അന്തസ്സുകെട്ട പരിപാടിയാ. ഗാന്ധിവധം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ഗാന്ധിവധം വിഷയമായിട്ട് വെക്കും ഡോക്ടർ ലാൽ. എന്റെ വെല്ലുവിളിയാണ്. ഗാന്ധിവധം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാ. റിയാസ് എണീറ്റ് ഓടേണ്ടി വരും എന്റെ മുമ്പിൽ നിന്ന്. ഒരു ഡോക്യുമെന്റ്, ഒരു കടലാസ് കയ്യിലില്ല. 48 ജാനുവരി 31-ാം തീയതി ദേശാഭിമാനി എടുത്തൊന്ന് കാണിച്ചേ. ഗാന്ധിയുടെ ഫോട്ടോ എങ്കിലും നോക്കട്ടെ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന വളരെ കൊട്ടിഘോഷിച്ച് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള പഠന കോൺഗ്രസിലൂടെ ഇത്രയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വെച്ച് കേരള ജനതയുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് പാർട്ടികൾ നേരത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെയും ഇത് ഇപ്പോൾ TG മോഹൻദാസ് പറഞ്ഞ അർത്ഥത്തിലുമാണ് ആ പാർട്ടികൾ ഇതിനെ വരവേൽക്കുന്നത്. ഇത് എങ്ങനെയാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങുന്നതായി താങ്കൾ മനസ്സിലാക്കുന്നത്? ഇല്ല, ഡോക്ടർ ലാൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ നേരത്തെ ഇവിടെ അദ്ദേഹം ശ്രീ മോഹൻദാസിനോട് ഞാൻ സംവാദം അസാധ്യമാണ് എന്ന് നടത്താതിരുന്ന ശിവസേനയുടെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാട് എനിക്ക് സംസാരിക്കാമോ? യെസ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ഞാൻ നേരത്തെ ശ്രീ മോഹൻദാസിനോട് സംവാദം അസാധ്യമാണ് എന്ന 2 സംസ്കൃത വാക്ക് ഉപയോഗിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. സംസാരം സാധ്യമല്ല, ഈ സംസാരവും കുഴപ്പം പിടിച്ച വാക്കാണ്. സാധ്യമല്ല എന്നുള്ളതും കുഴപ്പം പിടിച്ച വാക്കാണ്. നടക്കില്ല എന്നുള്ളത് അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് എത്രമേൽ ഔചിത്യത്തോടെയും വിവേകത്തോടെയും എടുത്തൊരു തീരുമാനമാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ച തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം നമുക്ക് സാധ്യമാകുന്ന ഒരു യുക്തിക്കകത്ത് നിന്ന് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യവുമില്ല. പഠന കോൺഗ്രസ് ഇപ്പം ഞാൻ നേരത്തെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം. സഹകരണ ബാങ്കുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോർ ബാങ്കിങ്ങിനെ കുറിച്ച് പഠന കോൺഗ്രസ് ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഭാവിയിലേക്കുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക നയം, നമുക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു വികസന നയം, അതിനകത്ത് എങ്ങനെ നമുക്ക് ഇതിനാവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ദിശാസൂചിയാണ് ആ നിർദ്ദേശം. അത് അധികം ആരും ചർച്ച ചെയ്തും ഞാൻ കണ്ടില്ല. ഒരു കോർ ബാങ്കിങ് സംവിധാനത്തിനകത്ത് സഹകരണ ബാങ്കുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് BOT എന്നുള്ള നമ്മളുടെ ഈ രക്തം ഊറ്റിക്കുടിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ധനം കണ്ടെത്തുവാനുള്ള ഒരു വലിയ സോഴ്സ് തയ്യാറാകുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരള മോഡൽ, അതിൽ വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവുമാണ് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള 2 മേഖലകൾ എന്ന് പറയുന്നത്. ഇന്ന് പൊതുജനാരോഗ്യ മേഖലയെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പൊതുജനാരോഗ്യ മേഖല ഇന്ന് കേരളത്തെ പാടെ തകർന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സ്വകാര്യവൽക്കരണം അവിടെ സംഭവിക്കുന്നു. രോഗചികിത്സ എന്നുള്ളത് വലിയ ചിലവുള്ള ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. അവിടെ ശക്തമായി സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടലും ഒരു വെൽഫെയർ മെഷറും ആ മേഖല ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായിട്ടുള്ള സൂചനകളും ഈ പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച കാര്യങ്ങളിലുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അങ്ങനെ സമഗ്രമായിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തെയും ഭാവിയെയും കുറിച്ചുള്ള ഒരു നയരേഖയുടെ ബ്ലൂ പ്രിൻ്റ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ചർച്ച ചെയ്യാം, അതിനെ നമുക്ക് വിയോജിക്കാം, അതിനെ ഭേദഗതികൾ വരുത്താം. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള സംവാദത്തിന് ഇടതുപക്ഷ മുന്നണിയും നേതൃത്വം കൊടുക്കുന്ന CPIM തയ്യാറാണ് എന്നാണ് എന്നെപ്പോലെ ഒരാൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വളരെ ശക്തമായിട്ട് ഈ മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് സംവദിച്ചുകൊണ്ട് ഒരു ജനാധിപത്യപരമായ രീതിയിൽ കേരളത്തിൻ്റെ അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കുള്ള ഒരു ഭാവി കുറിക്കുന്ന ദിശാസൂചിയായി തീരുന്ന നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വളരെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച വരേണ്ടിടത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു പുതിയ കേരളത്തെ അതിനകത്ത് UDF ഭരണത്താൽ തകർന്ന എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ
ഈ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുജനാരോഗ്യ മേഖലയിൽ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ അതെല്ലാ കേരളീയരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് അവതരിപ്പിക്കുമ്പോൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ബദൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് വയ്ക്കാൻ, അതിനെ വിമർശിക്കാനൊക്കെ നിങ്ങൾക്ക് അവകാശമുള്ളപ്പോൾ അത് ചെയ്യാതെ നേരത്തെ റിയാസ് പറഞ്ഞതാണോ പ്രശ്നം? നിങ്ങളുടെ ഒഴിഞ്ഞ കസേരകൾ ആണോ നിങ്ങളെ ഇങ്ങനെ വേവലാതികൾ ഉണ്ടാക്കിക്കുന്നത്? ഒന്നാമതായി CPM ഇങ്ങനെയൊക്കെ പഠനങ്ങൾ നടത്തും. ആ പഠനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ. പക്ഷേ പ്രവൃത്തി പദത്തിൽ കേരളത്തിൻ്റെ വികസനങ്ങൾ ഓരോന്നും വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരു കാര്യവും ഉണ്ടല്ലോ. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വികസനത്തെ അങ്ങ് എതിർക്കും. പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ പറയും അത് ചരിത്രപരമായ മണ്ടത്തരായിപ്പോയിട്ടുണ്ട്. അത് ഒന്നും രണ്ടും തവണയല്ല കേരളത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം അത് ബോധ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ ശ്രീ റിയാസ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ യാത്ര കസേരയില്ലാത്ത യാത്രയാണ് എന്ന് ശ്രീ റിയാസിനെ പോലെയുള്ള മാന്യ സ്നേഹിതൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനോ ബുദ്ധിക്കോ ബോധ്യത്തിനോ എന്തെങ്കിലും പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് അത് പറയുന്നു. നിങ്ങളുടെ സഖാക്കൾ എല്ലാ പ്രദേശത്തും ഉണ്ടല്ലോ. ശ്രീ VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയ്ക്ക് കൂടുന്ന ആളിനെ ഞാൻ വീമ്പ് പറയുന്നില്ല, വന്നൊന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ പാലക്കാട്ട് സഖാക്കളുണ്ട്, ഇപ്പൊ യോഗം നടക്കുക. ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ എത്ര പേരാ ജനസഹസ്രങ്ങൾ ഇവിടെ. കൈരളി പീപ്പിളിന്റെ റിപ്പോർട്ടുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. പിന്നെ മറ്റൊരു കാര്യം, BJPയുടെ ഫാസിസത്തെ എതിർക്കുവാൻ വേണ്ടി രക്തസാക്ഷികൾ എത്ര ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് ചോദിക്കുമ്പോൾ മുഹമ്മദ് റിയാസിനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും കൊണ്ട് പറയട്ടെ, ഞാൻ അടക്കമുള്ള രാജ്യത്തെ അമ്മമാർ നൊന്ത് പ്രസവിച്ച് വളർത്തുന്ന റിയാസ് ഉൾപ്പെടെയുള്ള മക്കളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ആർജവം ഇന്ത്യയിലെ റിയാസ് പറയുന്നത് RSSകാരുടെ ഇരയായിട്ടുള്ളത് അവരുടെ പാർട്ടിയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും RSSും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ അതിനെ കാണാമെന്നാണ് റിയാസ് പറയുന്നത്. ഒരു ഗൂഢാലോചനയല്ല, ഗൂഢാലോചനയൊക്കെ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് CPM-ഉം RSSുമായിരുന്നു നമുക്കറിയാം. അതല്ലേ മോഹൻ ഭാഗവത്തിന്റെ വിളി എവിടെ നിന്നോ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അവർ പറയുന്നത്. മാത്രമോ, ഒരാളെ ഇന്ന് CPM കൊന്നാൽ 2 പേരെ കൊല്ലും, അടുത്ത ദിവസം BJP 3 പേരെ കൊല്ലും. മത്സരിച്ച് നിങ്ങൾ കൊന്നില്ലേ? ഈ കഴിഞ്ഞ ദിവസം ചന്ദ്രിക ദിനപത്രത്തിലെ വാരാന്ത്യ പതിപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തോട് ചോദിക്കുന്നു, എന്റെ അച്ഛൻ എന്താ തെറ്റാണ് ചെയ്തത്? അഭിനന്ദൻ എന്ന ആ കുട്ടിയുടെ പേര്. ആ കുട്ടി പറയുന്നു, എന്റെ അച്ഛനോട് വിരോധമുള്ളത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. അദ്ദേഹത്തിന് മാത്രമാണ് എന്റെ അച്ഛനെ കൊല്ലണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടുന്ന ഒരു ഗുണവും ശ്രീ പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന അഭിനന്ദൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. മനുഷ്യനെ കൊല്ലുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുമെങ്കിൽ അതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ അവതരിപ്പിക്കുന്ന സമഗ്ര വികസനവും ഒന്നും മറുപടി പറയാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ ആയി വന്നിട്ടുള്ള ചില വാർത്തകളുണ്ട്. ചില രക്ഷിതാക്കൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അതിങ്ങനെ പറയാനുണ്ട്. അതിലൊന്ന്, ഞാൻ അക്കമിട്ട് നിരത്തി പറഞ്ഞ വികസിത കേരളം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ 2 സുഹൃത്തുക്കളൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അത് അവരുടെ ആശയ വികസനത്തെക്കുറിച്ചുള്ള പാപ്പരത്വത്തിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഞാൻ അവരുടെ ജാഥ കസേരയില്ലാത്ത ജാഥ എന്ന് പറഞ്ഞതല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് കസേര ഒഴിഞ്ഞിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഒന്ന്, ജാഥ യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ ഇറങ്ങി നിന്ന് സ്റ്റേജിലേക്ക് നോക്കി പ്രസംഗിക്കാമായിരുന്നു. എന്നാൽ കുറേ കൂടി ആൾ സ്റ്റേജിലുണ്ടായിരുന്നു, നല്ല തിക്ക് സ്റ്റേജിലുണ്ടായിരുന്നു. താഴോട്ടൊരു മനുഷ്യനില്ലായിരുന്നു. ഒരു വസ്തുതയാണ്. അതെൻ്റെ ഒരു എളിയ നിർദ്ദേശം വന്നത്, DCC സെക്രട്ടറിമാരെ മുഴുവൻ അവിടെ എത്തിച്ചാൽ നല്ല ജനക്കൂട്ടം ഉണ്ടാകുമായിരുന്നു. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്നാണ്. പിന്നെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇങ്ങനെ തരം താഴ്ത്തരുത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറഞ്ഞു എന്താ? രാജ്യത്തെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായിട്ടാ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് അപ്പുറത്തേക്ക് നാടിൻ്റെ താല്പര്യം, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുക. രാഷ്ട്രീയ നിലപാട് ശരിയായി മുറുകെ പിടിച്ച് ജീവൻ നഷ്ടപ്പെട്ട് പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. ശ്രീ ഉണ്ണികൃഷ്ണൻ, വളരെ കുറഞ്ഞ സെക്കൻഡിൽ മറുപടി പറയാമെങ്കിൽ, ഇതിപ്പോ ഈ അർത്ഥത്തിൽ തന്നെ CPM മുന്നോട്ട് വെക്കുന്ന ഈ വലിയ അജണ്ട എന്തായാലും അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒരു രീതി എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ വിലപ്പോകും?
അത് അവഗണിക്കുക എന്നുള്ളത് അവരുടെ തീരുമാനമുള്ളൂ, ഒരു രാഷ്ട്രീയ തീരുമാനമുള്ളൂ. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പിഴവില്ലാത്ത ഒരു നിർദ്ദേശമോ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു മാർഗരേഖയൊന്നുമല്ല ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാം, ജനാധിപത്യപരമായ രീതിയിൽ അതിനോട് സംവദിക്കാം. പിന്നെ എനിക്ക് ആകെ പറയാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ഈ സംവാദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് വളരെയധികം ആദരവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അവരെപ്പോലൊരാൾ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ കേവലമായ വ്യക്തി നിന്ന ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വിഷയത്തിലേക്ക് വരിക. എന്തായാലും വരും ദിവസങ്ങളിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്ക് ഈ ചർച്ച തുടരേണ്ടതുണ്ട്. ഇന്നുണ്ടായ സാങ്കേതിക പിഴവുകൾ കൂടി ഒഴിവാക്കിക്കൊണ്ടുവരുന്ന ദിവസങ്ങൾ നമുക്ക് ചർച്ച തുടരുമ്പോൾ ഒരുപക്ഷെ നവകേരള യാത്രയുടെ മറ്റ് അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ആശയങ്ങൾ കൂടി വ്യക്തമായി പഠിച്ചു തന്നെ നമുക്ക് മറുപടി പറയേണ്ടി വരും. ചർച്ചകളിലേക്ക് അത് എടുക്കേണ്ടി വരും. അത് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് ചർച്ച ചുരുക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാലും നടക്കില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണനും നിരീക്ഷിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ടി ജി മോഹൻദാസ്.